വാർത്തകൾ തുടരുന്നു. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലിയുടെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മുൻ നിയമസഭാ സ്പീക്കറും ഇടതുപക്ഷത്തിന്റെ അമരക്കാരനുമായിരുന്ന AP കുര്യൻ കൾച്ചറൽ സൊസൈറ്റിയുടെ വളർച്ചയിൽ വഹിച്ച പങ്ക് നിർണായകമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അങ്കമാലിയുടെ സാംസ്കാരിക മുഖമായി മാറാൻ കൾച്ചറൽ സൊസൈറ്റിക്ക് കഴിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് സുവർണ ജൂബിലി സമാപന സമ്മേളനവും സുവനീർ പ്രകാശനവും മന്ത്രി പി രാജീവ് നിർവഹിക്കും. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ CK ഈപ്പൻ അധ്യക്ഷനായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ടോണി പറമ്പിൽ, KN വിഷ്ണു മാസ്റ്റർ, അഡ്വക്കേറ്റ് KK ഷിബു എന്നിവർ പങ്കെടുത്തു. 2023 50 വർഷം പൂർത്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കണമെന്ന് CSA കമ്മിറ്റി തീരുമാനിക്കുകയും ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് 2023 മെയ് മാസം 2-ാം തീയതി നമ്മുടെ ബഹുമാനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം വിവിധ രംഗങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ സ്ഥലങ്ങളിലെല്ലാം വച്ച് കലാ സാംസ്കാരിക രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു നീണ്ട വർഷം അത് ചെയ്തു തീർക്കുകയുണ്ടായി. സ്ഥാപനം സാംസ്കാരിക കേന്ദ്രം വേണമെന്ന് ആലോചിക്കുകയും അത് മാത്രമല്ല അതിനാവശ്യമായൊരു ഭൗതിക സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നുള്ള ഈ ഓഡിറ്റോറിയവും ഈ സ്ഥലവും ഇവിടെ നടക്കുന്ന പരിപാടികൾ. നമുക്കറിയാം, ഇന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്കമാലി ടൗണിൽ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാക്കുവാൻ നമുക്ക് എളുപ്പമല്ല. അപ്പോൾ ആ ഒരു ക്രാന്തദർശിത്വം വന്ന AP കുര്യൻ്റെ നേതൃത്വത്തിൽ ഇതുണ്ടായത് കാലങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് CSA മാറുന്നതിന് കാരണമായിട്ടുണ്ട്. അവരെയും അതുപോലെയുള്ള സഹകരണങ്ങൾ നൽകിയവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഗത ഗാനം ഉണ്ടാവും. അതിനുശേഷം സ്വാഗതം നമ്മുടെ ജനറൽ സെക്രട്ടറി ടോണി പറമ്പിൽ പറയും. പിന്നെ ആമുഖ പ്രസംഗം വിഷ്ണു മാസ്റ്റർ നമ്മുടെ ട്രഷററാണ്, അദ്ദേഹം പറയും. അതിനുശേഷം അധ്യക്ഷൻ ഡോക്ടർ CK ഈപ്പൻ്റെ അധ്യക്ഷ പ്രസംഗം ഉണ്ടാകും. ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് അവറുകളാണ്. AP അനുസ്മരണം നടത്തുന്നത് മുൻ DCDA ചെയർമാൻ. ചായ്പോടി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറ്റി. രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഇരത്തറ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികനായി. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. ശനിയാഴ്ച രാവിലെ 7-ന് ലതീഞ്ഞ് നൊവേന പാട്ടുകുർബാന രൂപം എഴുന്നള്ളിപ്പ്, തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്. രാത്രി 9-ന് അമ്പ് പ്രദക്ഷിണ സമാപനം. 9:15-ന് വാദ്യമേള മത്സരം. 9:45-ന് വർണ്ണമഴ. ഞായറാഴ്ച രാവിലെ 6:30-ന് കുർബാന. 9:30-ന് പ്രസന്റ് ദിവാഴ്ച. 10-ന് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഇടവക നവവൈദികൻ ഫാദർ ആന്റണി നമ്പളം മുഖ്യ കാർമ്മികനാകും. ഫാദർ ജെയിംസ് ചക്കെ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം. 7-ന് പ്രദക്ഷിണ സമാപനം. 7:30-ന് ദൃശ്യകലാവിസ്മയം. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് ബഹുമാനത്തിന്മാർ ഞങ്ങൾ ഉയർത്തി പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നമ്മിലുണ്ടാകേണമെന്നുമെന്നും, നമ്മിലുണ്ടാകേണമെന്നുമെന്നും, നമ്മിലുണ്ടാകേണമെന്നും. കോവിഡ് മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന 5 വർഷത്തിനു ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ഇത്തവണ കോവിഡിന് സമാനമായി ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ആണ് ചൈനയിൽ പടരുന്നത്. COVID-19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്തുണ്ടായ ആശങ്കയ്ക്ക് സമാനമായ സാഹചര്യമാണ് ചൈനയിൽ നിലനിൽക്കുന്നത്. അജ്ഞാത വൈറസ് അതിവേഗമാണ് പടരുന്നത്. ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വൈറസ് ബാധയേറ്റ് നിരവധി മരണം സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇൻഫ്ലുവൻസ A, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ,
COVID-19 തുടങ്ങി മറ്റു രോഗങ്ങളും പടരുന്നത് ചൈനയുടെ ആരോഗ്യ സംവിധാനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ വൈറസിന്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ്. ആശുപത്രികൾ നിറഞ്ഞതായാണ് പ്രചരിക്കുന്ന വീഡിയോകളിൽ വ്യക്തമാകുന്നത്. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രാജ്യം അതീവ ജാഗ്രതയിലാണ്. കോവിഡിന് സമാനമായ പനി പോലുള്ള ലക്ഷണങ്ങളാണ് HMPV ബാധിച്ചവരിലും കണ്ടുവരുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ പല വശങ്ങളും ഇപ്പോഴും വ്യക്തമല്ല. രോഗത്തെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാം എന്നതിൽ വ്യക്തത നേടാൻ കഴിയാത്തതും ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുട്ടികളിൽ ന്യൂമോണിയ വർദ്ധിക്കുന്നതും ആശങ്ക പരത്തുന്നുണ്ട്. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുമെന്ന ധാരണയിൽ അജ്ഞാത ന്യൂമോണിയ കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് ചൈനയിലെ രോഗനിയന്ത്രണ അതോറിറ്റി ഒരു പുതിയ നിരീക്ഷണ സംവിധാനം അവതരിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മാസ്ക് ധരിക്കാനും കൈകൾ ഇടയ്ക്കിടെ കഴുകാനും ഉദ്യോഗസ്ഥർ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. HMPV വൈറസ് ഒരു RNA വൈറസാണ്. ന്യൂമോവിറിയുടെ കുടുംബത്തിലെ മെറ്റാന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ട വൈറസാണിത്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകളിൽ പഠിക്കുന്നതിനിടെ 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഈ വൈറസ് കുറഞ്ഞത് 6 പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ടെന്നും ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് കാരണമായി ലോകം മുഴുവൻ ഈ വൈറസ് വ്യാപിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന കണികകളിലൂടെയാണ് വൈറസ് പടരുന്നത്. രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ മലിനമായ ചുറ്റുപാടുകളുമായുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് പകരാം. ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ് 3 മുതൽ 5 ദിവസം വരെയാണ്. HMPV രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തൽ. ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം. കുട്ടികളും പ്രായമായവരുമാണ് ഈ രോഗത്തിന് കൂടുതൽ ഇരകളാകുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ചങ്കൻകുട്ടി ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി മാസ്ക് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡേവിസ് പോട്ടക്കാരൻ, ഡെന്നി ആന്റണി, സിനി ലോനപ്പൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര, ജോയ് കുറ്റിപ്പുഴ, VK ബെന്നി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും MP ബെന്നി ബെഹനാൻ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മിനി മാസ്റ്റർ സ്ഥാപിച്ചത്. സാങ്കേതികമായ ചില നടപടി പ്രകാരം അത് താമസിച്ചു പോയി. അത് കാലതാമസമുണ്ടായിരുന്നത് വസ്തുതയാണ്. എങ്കിൽ പോലും നമ്മുടെ വളരെ പ്രസിദ്ധമായ കുട്ടിക്കാട് അമ്പതിനാളിന് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിനുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വേറെ ആളുകൾ ഒന്നില്ല. ഇത് തോന്നി വെക്കുന്നില്ല. മുഴുവനാണ് വ്യക്തമായ മുഴുവനാണ്. അതിന് ആളുകളൊക്കെ വരുമ്പോൾ ഈ പ്രദേശത്ത് കുറച്ചുകൂടി വെളിച്ചമുണ്ടാകുക എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ്. നടപ്പാക്കാൻ കഴിഞ്ഞു എന്നൊരു സംതൃപ്തിയാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിന് ഫണ്ട് അനുവദിക്കുക എന്നതാണ് MPയുടെ ചുമതല. ഇതിന് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുന്നത്. അതിന് സഹകരിച്ച പഞ്ചായത്ത്, നമുക്കറിയാം, ഈ മാസ്റ്റ് ലൈറ്റിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കറണ്ട് ചാർജുമൊക്കെ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്താണ് നടത്തുന്നത്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കി തന്നിട്ടുള്ളത്. ഇത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 22-23 കഴിഞ്ഞ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 106ാമത് തിരുനാളിന് കൊടിയേറി. ലതീഞ്ഞ് പാട്ടുകുർബാന, നൊവേന, പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ ലിജു പോൾ പറമ്പത്ത് കാർമ്മികനായി.
ആദ്യമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ജനപദങ്ങളെ കർത്താവിനെ മലക്കപ്പാറ തേയിലത്തോട്ടം തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. തോട്ടം തൊഴിലാളികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയ അംഗനവാടി കെട്ടിടം, ഹൈസ്കൂൾ, കുടിവെള്ളക്ഷാമം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇവയുടെ പുരോഗതി വിലയിരുത്താൻ എല്ലാ 3 മാസത്തിലും തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം സംഘടിപ്പിക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇരിഞ്ഞാലക്കുട RDOയെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ തോട്ടം തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ചാലക്കുടി അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ 2023-24 വർഷം അംഗനവാടി നവീകരണത്തിനായി 2 അംഗനവാടികളിലേക്ക് സ്റ്റോർ പർച്ചേസ് മാനദണ്ഡങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി സാധന സാമഗ്രികൾ ലഭ്യമാക്കുന്നതിനായി വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവെച്ച ടെൻഡർ ക്ഷണിച്ചു. ദർഗാസുകൾ 2025 ജനുവരി 8 ഉച്ചയ്ക്ക് 2-നകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ ചാലക്കുടി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0480 2700 380. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സനാതനധർമ്മം ഹിന്ദുമതത്തിന്റെ കുത്തകയല്ലെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ നിസ്സാരവൽക്കരിച്ച മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി നേതൃയോഗം ആവശ്യപ്പെട്ടു. ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി. കോവിഡ് മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന 5 വർഷത്തിനു ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.